വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായവുമായി കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. കോഴിക്കോട് ജില്ലയിൽ സർവീസ് നടത്തുന്ന എല്ലാ ബസ്സുകളും ഓഗസ്റ്റ് 22 കളക്ഷൻ തുക ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകും. ഓഗസ്റ്റ് 22 കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ബസ്സുകളും അന്നത്തെ വരുമാനം ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകും. എല്ലാ ബസ്സുകളിലെയും കളക്ഷൻ തുക ഫെഡറേഷനെ ഏൽപ്പിക്കും. ഈ തുക വീട് വെച്ച് കൊടുക്കാനാണോ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണോ എന്ന കാര്യത്തിൽ വയനാട് കളക്ടറുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KT വാസുദേവൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ബീരാൻ കോയ, ബാലുശ്ശേരി ഏരിയ ട്രഷറർ AP സുരേഷ് എന്നിവർ പറഞ്ഞു. ആ കിട്ടുന്ന പൈസകൾ മുന്നിൽ എല്ലാ ബസ്സുകളും സ്വരൂപിച്ച് വെച്ചിട്ട് അത് ഫെഡറേഷനെ അറിയിച്ചിട്ട് ആ സംഖ്യ ഒന്നുകിൽ വയനാട്ടിലെ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ബസ് ഓപ്പറേഷൻസ് ബന്ധപ്പെട്ടിട്ട് ഒന്നുകിൽ നമ്മളത് വീട് വെച്ച് കൊടുക്കേണ്ട കാര്യത്തിലോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇതിലേക്കോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഞങ്ങൾക്ക് ഫെഡറേഷനാണ് ആ തീരുമാനം എടുക്കുന്നത്. ജില്ലയിൽ ഞങ്ങളെ ഇതിൽപ്പെട്ട ഏകദേശം 500 ചില്ലാണം ബസ്സുകളോളം അതിലുണ്ട്. അതിൽ പരമാവധി ആളുകളും ബസ്സിൻ്റെ ആളുകളും ഞങ്ങൾ ഉൾപ്പെടുത്താൻ വരുന്നുണ്ട്. മറ്റുള്ള സംഘടനകളും ഇതോടൊപ്പം സഹകരിച്ചാൽ ഞങ്ങൾ ആരെയും കൂട്ടുന്നതാണ്. ജില്ലയിലെ 500-ലേറെ ബസ്സുകൾ ഈ ഉദ്യമത്തിൽ സഹകരിക്കും. ഈ മേഖലയിലെ മറ്റുള്ള സംഘടനകളെയും സഹകരിപ്പിക്കാൻ ശ്രമിക്കും. കഴിഞ്ഞ ദുരന്തകാലത്തും അസോസിയേഷൻ 3.5 കോടിയോളം രൂപ നൽകിയിട്ടുണ്ട്. തൊഴിലാളികളുടെ വേതനം കൂടി ഈ തുകയിൽ ഉൾപ്പെടുത്താനും ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മളൊരു തൊഴിലാളികളായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. തൊഴിലാളികളെ അന്നത്തെ വേതനം കൂടി ഇതിൽ ഉൾപ്പെടുത്താനുള്ള ഓരോ റിക്വസ്റ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെയുള്ള ബസ്സുകളുടെ ഓട്ടം ഇപ്പോൾ ഏറെ ബുദ്ധിമുട്ടാണ്. എങ്കിലും ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ബസ് ജീവനക്കാരും ഉടമകളും കാരുണ്യ യാത്രയ്ക്കൊരുങ്ങുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും മറ്റും ആണെങ്കിലും വയനാട്ടിലെ ആ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കണം എന്നുള്ളൊരു ആത്മാർത്ഥതയോടു കൂടിയാണ് ഞങ്ങൾ ഈ സംരംഭം ഒരുക്കിയത്. അത് ഞങ്ങൾ വളരെയധികം വിജയിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.